വിശുദ്ധ സെബാസ്റ്റ്യൻ രക്തസാക്ഷി. ലോക വിശുദ്ധരിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ള വിശുദ്ധനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ. സെയിന്റ് സെബാസ്റ്റ്യന്റെ തിരുനാൾ കേരളത്തിൽ അമ്പ് തിരുനാൾ, മകരം തിരുനാൾ, പിണ്ടി തിരുനാൾ, വെളുത്തച്ഛന്റെ തിരുനാൾ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ അമ്പ് തിരുനാൾ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സൗഹൃദ സംഗമത്തിന്റെ തിരുനാൾ കൂടിയാണ്. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നർബോന എന്ന നഗരത്തിൽ കാത്തലിക് മാതാപിതാക്കളുടെ പുത്രനായി AD 255 സെബാസ്റ്റ്യൻ ജനിച്ചു. സൈനിക സേവനം അക്കാലത്ത് ഉന്നതകുല ജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. സ്വന്തമായി താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിന് തയ്യാറായി. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്ന് കാർനസ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ താൻ ക്രിസ്തു വിശ്വാസിയാണ് എന്ന സത്യം മറച്ചുവെച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാർനസ് വധിക്കപ്പെട്ടു. ഡയോക്ലീഷ്യനും കാർനസിനെ പോലെ ക്രിസ്തുമത വിരോധിയായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, വരൾച്ച തുടങ്ങിയവയുടെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ഡയോക്ലീഷ്യൻ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു. പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തന്റെ സഹജീവികൾക്ക് മോചനം ഉണ്ടാകണമെന്ന് സെബാസ്റ്റ്യൻ ആഗ്രഹിച്ചു. അദ്ദേഹം ആരുമറിയാതെ ക്രിസ്തു വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. AD 288 തന്റെ വിശ്വസ്തനായ സൈനികൻ സെബാസ്റ്റ്യൻ ക്രിസ്തു വിശ്വാസിയാണെന്ന സത്യം ഡയോക്ലീഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് സെബാസ്റ്റ്യൻ തടവിലാക്കപ്പെട്ടു. അപ്പോഴും സെബാസ്റ്റ്യനോട് ഇഷ്ടം നിലനിർത്തിയിരുന്ന ഡയോക്ലീഷ്യൻ റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരികെ നൽകാമെന്നും അറിയിച്ചു. എന്നാൽ ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായി ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഡയോക്ലീഷ്യനെ സെബാസ്റ്റ്യൻ ഉപദേശിച്ചു. പിന്നീട് റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ തീ തനിക്ക് പനിനീർ പൂക്കളാൽ നിർമ്മിച്ച മെത്ത പോലെ ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. അതുമാത്രമല്ല, ചക്രവർത്തിയോട് താങ്കൾ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ സെബാസ്റ്റ്യൻ കൽപ്പിച്ചു. ഇതിനാൽ കോപം കൊണ്ട് ജ്വലിച്ച ഡയോക്ലീഷ്യൻ മൈതാന മധ്യത്തിൽ സെബാസ്റ്റ്യനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലാൻ കൽപ്പിച്ചു. ഡയോക്ലീഷ്യന്റെ സേവകർ സെബാസ്റ്റ്യനെ വിവസ്ത്രനാക്കി മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പുകൾ എയ്തു. രക്തം വാർന്ന സെബാസ്റ്റ്യൻ അബോധാവസ്ഥയിലായി. എന്നാൽ സേവകർ സെബാസ്റ്റ്യൻ മരിച്ചു കാണുമെന്ന് തെറ്റിദ്ധരിച്ച് സെബാസ്റ്റ്യന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അവർക്ക് തെറ്റി. ആ വഴി വന്ന ഐറിൻ എന്ന സ്ത്രീ തന്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ സെബാസ്റ്റ്യന്റെ ശരീരം അവിടെ നിന്നും എടുത്തുകൊണ്ട് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിൽ എത്തുകയും ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ അതിശക്തമായി ശാസിക്കുകയും ചെയ്തു. അതിനാൽ സെബാസ്റ്റ്യനോട് എന്നത്തേക്കാളും ഏറെ ദേഷ്യമുള്ളവനായി ചക്രവർത്തി തീരുകയും ചെയ്തു. തന്റെ ഭടനോട് രാജസന്നിധിയിൽ വെച്ച് തന്നെ സെബാസ്റ്റ്യനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. AD 288 ജനുവരി 20 അത് സംഭവിച്ചത്. അങ്ങനെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. സ്നേഹം തെളിയിക്കാൻ മരണത്തെക്കാൾ വലിയൊരു മാർഗമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിച്ചു. യേശുക്രിസ്തുവിനോട് സ്നേഹം കാണിച്ചു. തന്റെ ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനോടുള്ള സ്നേഹം മുറുകെ പിടിച്ചു. പിന്നീട് സെബാസ്റ്റ്യന്റെ ശരീരം ആരും അറിയാതെ ചക്രവർത്തിയുടെ ഭടന്മാർ ഓടയിൽ എറിഞ്ഞു. ഓടയിൽ എറിയപ്പെട്ട ദിവസം തന്നെ ലുസീന എന്ന സ്ത്രീക്ക് പ്രാർത്ഥനയിൽ വെളിപാട് ലഭിച്ചു. അവർ ചെന്ന് നോക്കിയപ്പോൾ മൃതദേഹത്തിന് ചുറ്റും പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഓടയിൽ പരുന്തുകൾക്ക് സെബാസ്റ്റ്യന്റെ ശരീരം ഭക്ഷിക്കുവാൻ ഭടന്മാർ എറിഞ്ഞു കൊടുത്തതാണ്. എന്നാൽ അവർ ശരീരത്തിന് കാവലായി. ആബിൻ എന്ന പാതയ്ക്കടുത്തുള്ള ഒരു ഭൂഗർഭ ഗൃഹത്തിൽ ലുസീന സെബാസ്റ്റ്യന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇത് ഇന്നൊരു ബസിലിക്ക ദേവാലയമാണ്. സെയിന്റ് സെബാസ്റ്റ്യന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി ഈ സ്ഥലത്താണ് സ്ഥാപിതമായത്.
1575 മിലാനിലും ഇറ്റലിയിലും 1596 ലിസ്ബണിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. സെയിന്റ് സെബാസ്റ്റ്യന്റെ തിരുസ്വരൂപവുമായി വിശ്വാസികൾ അവിടം തോറും പ്രദക്ഷിണം നടത്തിയപ്പോൾ അവിടെ അത്ഭുതകരമായ രോഗശാന്തിയുണ്ടായി. അതിന് പ്രത്യുപകാരമായി ഒരു കപ്പലിൽ വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയും ഈ തിരുസ്വരൂപം ഇവിടുന്ന് സമീപത്തുള്ള ആർത്തുങ്കൽ എന്ന ദേവാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് കപ്പിത്താന് ദർശനം ലഭിച്ചു. അതേസമയം കപ്പലിൽ വന്നെത്തിയ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിക്കണമെന്ന് ആർത്തുങ്കൽ പള്ളി വികാരിക്കും സ്വപ്നദർശനമുണ്ടായി. അങ്ങനെ പള്ളി വികാരി ആ അത്ഭുത തിരുസ്വരൂപം ഏറ്റെടുക്കുന്നു. അങ്ങനെ വിശുദ്ധന്റെ ആ അത്ഭുത തിരുസ്വരൂപം ആർത്തുങ്കൽ കടപ്പുറത്ത് ഒരു കുരിശിടി നിർമ്മിച്ച് അതിനുള്ളിൽ സ്ഥാപിച്ചു. ആ തിരുരൂപം ഇന്നും ആർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിന്റെ പഴയ പള്ളിയിൽ തെക്കേ അൾത്താരയിൽ ഭക്തർക്ക് ദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു. ലോകമെമ്പാടും ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മകരമാസം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നു. ആർത്തുങ്കൽ ദേവാലയത്തിൽ ജനുവരി 10 വൈകിട്ട് 6 മണിക്ക് സെബസ്ത്യാനോസിന്റെ തിരുനാൾ പതാക ഉയരുന്നു. ജനുവരി 18 രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നട തുറക്കൽ ദർശിക്കാനായി ദേവാലയത്തിൽ എത്തുന്നത്. ജനുവരി 20 തിരുനാൾ മഹോത്സവം. അന്ന് വൈകിട്ട് 5 മണിയോടെയായി ദേവാലയത്തിൽ നടത്തപ്പെടുന്ന തിരുനാൾ പ്രദക്ഷിണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെയാണ് നടത്തപ്പെടുന്നത്. അമ്പ് നേർച്ചയാണ് സെബസ്ത്യാനോസിന്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ നേർച്ച സമർപ്പണം. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.